ഇനിയിപ്പോൾ മുട്ടാനും തട്ടാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓട്ടോ പിടിച്ച് പോകണം, അല്ലെങ്കിൽ കാറ് പിടിച്ച് പോകണം. ഒരു ബസ്സാകുമ്പം ഒരു പക്ഷേ തട്ടുമുട്ടൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതിപ്പോൾ തിരക്കുള്ള ബസ്സെല്ലാം ആകുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് മാറി മാറി നിൽക്കാൻ പറ്റത്തില്ല, അപ്പോൾ അത് തട്ടുമുട്ടും. പിന്നെ അതെടുത്ത് പിന്നെ അത് മാത്രമായിട്ട് കണ്ടുവച്ച് അത് വീഡിയോ എടുത്ത് വെച്ച് ഇങ്ങനെ പ്രയോഗിച്ച് ഇപ്പോൾ ഒരാൾ ജീവൻ പോയില്ലേ, ആ വീട്ടുകാർക്ക് പോയില്ലേ, അവർക്കൊന്നും പോകല്ലോ. പിന്നെ കുറേ ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും അതൊക്കെ ഒരു മോശപ്പെട്ട ഇടപാടാണ് നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ആണുങ്ങൾ മരിക്കുന്നു, പെണ്ണുങ്ങൾ കുറവാണ്. കാരണം ഇവരെ പോലുള്ളവർ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കാരണം ആ പുള്ളിക്കാരൻ ഇപ്പോൾ ദീപിക് എന്ന് പറഞ്ഞ ആ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അയാളുടെ വീട്ടിലോ അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ മറ്റുള്ളവർക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. നമുക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട്, എന്തായാലും നല്ലവണ്ണം നമ്മൾ കാരണം അപ്പോൾ പുള്ളിക്കാരന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് തന്നെ. ഇപ്പം ഇതിപ്പോൾ ആണുങ്ങൾക്കും ഒരു നിയമപരമായിട്ട് ഒരു ഇത് പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾ തന്നെ ഇതൊക്കെ സഹിച്ചാൽ ഈ ബസ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ബസ്സിൽ നിന്നാകുമ്പം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കും, തട്ടുമുട്ടും. പക്ഷേ ഇവർക്ക് ഈ സമയത്ത് ഇവരെ തട്ടുകയും മുട്ടുകയും ചെയ്തപ്പോൾ ഇവരെന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല? അല്ലെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നല്ലോ, ആ ചേട്ടനോട് പറയല്ലോ, ആ ചേട്ടൻ എന്നെ അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയാമായിരുന്നല്ലോ, ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആ പുള്ളിക്കാരൻ എന്തെങ്കിലും ബസ് വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീർന്നേനെ.